ഹായ് ജോൺസേട്ടാ. പറയും. ഇത് ഈ രാഷ്ട്രീയത്തിന്റെ കുറെ ചർച്ചകൾ ഇതൊക്കെ നടക്കണല്ലോ. ടി വിയിൽ മുഴുവൻ ഇതൊക്കെ കാണണേ. നിലമ്പൂരിന്നുള്ളതൊക്കെ പോയി ഇപ്പൊ നിലം പോയിരുന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കണേ. അത്രയും ശക്തമായിട്ടാണ് നിൽക്കണത്. ഈ സമയത്ത് അൻവർ ഒരു പത്രസമ്മേളനം നടത്തി 75,000 ആള് പിടിക്കുന്ന പറയുന്നത്, ഭൂരിപക്ഷം പിടിക്കുന്നു, 75,000 വോട്ട് പിടിക്കുന്നു. അപ്പൊ അത് ഏത് മുന്നണികൾക്കാണ് അത് കൂടുതൽ ബാധിക്കുക എന്നറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ നമുക്ക് ലോക്സഭ ഇലക്ഷൻ്റെ കണക്കുന്നുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ നിയമസഭാ ഇലക്ഷനിൽ നോർമലി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ ഒരു 2 മുന്നണികൾ, പിന്നെ BJP മുന്നണി, അൻവർ ഒക്കെ മത്സരിക്കുന്നുണ്ട്. പരമാവധി 1,80,000 വോട്ട് പോൾ ചെയ്യപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. അത് അതിന് കുറയാം, എന്നാലും മാക്സിമം 1,80,000 വരെ വോട്ട് വരെ പോൾ ചെയ്യപ്പെടാമെന്ന് വിചാരിക്കാം. അൻവർ 70,000 വോട്ട് പിടിക്കുന്നു എന്ന് വെച്ചു. ഓക്കെ, അവിടെ കിടക്കട്ടെ. UDFന് നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ അൻവർ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സമയത്ത് UDFന് 78,000 വോട്ട് കിട്ടിയിട്ടുണ്ടാവും. അന്ന് അൻവറായിരുന്നു എതിരാളി. അതിനുശേഷം വരുന്നൊരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അൻവർ തന്നെയാണ് ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട്. UDFന്റെ വോട്ടിൽ നിന്ന് കാര്യമായിട്ടൊരു കുറവ് വരാനുള്ള സാധ്യതയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 3,000, 4,000, 5,000 വോട്ട് വരെയൊക്കെ കുറയാം, മാക്സിമം കുറയാം. എങ്ങനെ വന്നാലും ഒരു 75,000 വോട്ട് UDF പിടിക്കുന്നു, യാതൊരു വക സംശയമില്ല. പിന്നെ LDFന് അവിടെ നിലവിൽ നമ്മൾ 2011 ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ LDFന് അവർ ബേസായിട്ട് ഒരു 60,000 വോട്ട് ഉറപ്പായിട്ടുണ്ടാവും. 60,000 വോട്ട് ഉറപ്പായിട്ട് LDFനുണ്ട്. അപ്പോൾ ആ വോട്ടിൽ നിന്ന് ഒന്ന് LDF ആഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു 65,000 വരെ LDF ആവാം. അപ്പോൾ UDFനാണെങ്കിൽ എങ്ങനെയൊക്കെ കുറഞ്ഞാലും ഒരു 70 കിട്ടും. 70,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വട്ടം 78,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് എങ്ങനെയൊക്കെ മൈനസായിട്ട് വന്നാലും ഒരു 70,000 വോട്ടേലും കിട്ടുന്നു. LDFന് ഒരു 60 എന്നുള്ളത് ഒരു 65. അപ്പോൾ ഒരു 70ഉം 65 എന്ന് പറയുമ്പോൾ അറിയില്ല, 1.35. പിന്നെ ഒരു 1.80 ബാക്കിയുള്ളത്. അപ്പം അതിൽ പിന്നെ ഒരു 35,000, 40,000 വോട്ടാണ് ബാക്കിയുള്ളത്. ബാക്കി ഉണ്ടാവാൻ ചാൻസ്. അതിൽ BJPൻ്റെ മറ്റുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അൻവറിന് 70,000 വോട്ട് കിട്ടാനുള്ള ചാൻസ് ഇല്ല. മനസ്സിലായി? ആള് ബെറ്റ് വയ്ക്കാം 100% അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആള് പറഞ്ഞു വരുന്ന കണക്കനുസരിച്ച് ഈ ഇടതുപക്ഷത്തിന് കിട്ടുന്ന വോട്ടുകൾ, ആ വോട്ടുകളിൽ വെച്ചാൽ അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെയുള്ള ശക്തമായ ഒരു പ്രചാരണം കാര്യം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് കിട്ടുന്ന വോട്ടുകൾ മുഴുവനും ഇടതുപക്ഷത്തിന് കിട്ടാതെ അൻവറിലേക്ക് എത്തപ്പെടും എന്നുള്ളതാണ് അൻവർ വയ്ക്കുന്ന പോയിന്റ്. അങ്ങനെ നോർമലി അവസ്ഥയിൽ സംഭവിക്കുകയാണെങ്കിൽ ഒരു അത്ഭുതമായിരിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അൻവർ പറയുന്ന കണക്കാണ്. അൻവർ പറയുന്നത് ലോക്സഭ ഇലക്ഷനിൽ LDFന് കിട്ടിയിട്ടുള്ള വോട്ടാണ് അടിസ്ഥാന ബേസ് വോട്ടാണ്. അത് വിട്ടുള്ള വോട്ടുകൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുഴുവൻ അൻവറിനാണ് കിട്ടുകയെന്നൊക്കെ പറയുന്നത്. എന്തായാലും അൻവറിൻ്റെ പത്രസമ്മേളനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ അൻവർ ഷൗക്കത്തിനെതിരെ രംഗത്തുണ്ടെങ്കിലും മുഖ്യ ശത്രു പിണറായി വിജയൻ എന്ന വ്യക്തിയെ തന്നെയാണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് LDFന്റെ എന്ന് പറയാ വോട്ടുകൾ തന്നെയാണ് LDFന് തന്നെയാണ് ആക്രമിക്കുന്നത്. അപ്പോൾ മുഖ്യ ശത്രു LDF തന്നെയെന്നാണ് വ്യക്തമാകുന്നത്. അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDFനാണ് ഒരു ചെറിയ മാർജിനെങ്കിലും UDF ജയിക്കാനാണ് സാധ്യത. ഇനി നമുക്ക് ഈ വോട്ട് നമ്മൾ 1,80,000 വോട്ടിൻ്റെ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഈ പോളിംഗ് ശതമാനം കുറഞ്ഞ് അല്ലെങ്കിൽ പോളിംഗ് ശതമാനം കൂടി വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, അൻവർ എന്ന് പറയാം, നമ്മൾ 5,000 വോട്ടോ 10,000 വോട്ടല്ല. കാരണം അൻവർ വോട്ട് പിടിക്കും. കാരണം അൻവറിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അല്ല, കാര്യമായിട്ട് എങ്ങനെ വന്നാലും 2,33,000 വോട്ടുകളാണ് ചാൻസ് ഉള്ളൂ. അതിലിപ്പോൾ 80% വരെയൊക്കെ പോളിംഗ് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിന്റെ ഏകദേശം ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ ഒരു എന്തായാലും 1,80,000 വോട്ടിൻ്റെ അടുത്തേക്കാണ് വരാൻ ചാൻസ് ഉള്ളൂ. അതിലും താഴെ പോയാലും അത്ഭുതപ്പെടണം. കാരണം ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് താല്പര്യമില്ലാത്ത ആളുകൾ വരികയാണെങ്കിൽ. എന്തായാലും ഒരു 6,000 വോട്ടിന് ഒക്കെ അൻവർ പറയുന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു 5,000, 6,000 വോട്ടിനെങ്കിലും UDF ജയിക്കാനാണ്. അൻവർ പറയുന്ന രീതി വെച്ചിട്ട് UDF ജയിക്കാനാണ് ചാൻസ്. അൻവർ എന്തായാലും ജയിക്കാൻ പോകുന്നില്ല. അതിനെ പറ്റി നമ്മൾ തർക്കിക്കേണ്ട വിഷയമില്ല കേട്ടോ. ഓക്കെ ജോൺസേട്ടാ, ആഴത്തിൽ ഇതിനെ പറ്റി പഠിച്ച്
ശരി ഒരു ഉത്തരം തന്നെ. ശരി ശരി താങ്ക്സ് കേട്ടോ. ആ ശരി